ഹലോ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു കൺവെൻഷൻ ഉണ്ടാക്കാനാണ്. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് കണ്ടാലോ പോയി നോക്കാം. കഞ്ഞുണ്ണി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ കാച്ചാനായാലും കൺവെൻഷൻ ഉണ്ടാക്കാനായാലും ഏറ്റവും അധികം അത്യാവശ്യമുള്ളതാണ് കഞ്ഞുണ്ണി. നമ്മുടെ മുടിയൊക്കെ കറുപ്പിക്കണേലൊക്കെ പ്രധാനപ്പെട്ട റോളാണ് ആർക്കുള്ളത്? കഞ്ഞുണ്ണിക്കുള്ളത്. കാർബൺ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ പാർട്ടിക്കിൾ നമ്മുടെ കണ്ണിന് വളരെ എഫക്റ്റീവ് ആണ്. അത് കിട്ടുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ താമര. അതുപോലെ തന്നെ വെറിഗേറ്റഡ് ആയിട്ടുള്ള പനിക്കൂർക്കയുമാണ് ബെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് വെറ്റിലയാണ്. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തുളസിയാണ് മറ്റൊന്ന്. നമ്മുടെ കൺമഷിക്കൂട്ടിലെ മെയിൻ കണ്ടൻ്റാണ് നമ്മുടെ ഈ തുമ്പാട്ട. തുമ്പക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പക്ഷെ എപ്പോഴാണ്ട് കിട്ടൂല എന്നുള്ളതാണ് നമുക്ക് ഫേസ് ചെയ്യാൻ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കാരണം സീസണലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നനവ് കിട്ടുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതിനാണ് മെയിനായിട്ട്. ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ നീലാമരി നിൽക്കുന്നുണ്ട്, കണ്ടോ? നീലാമരി നമ്മുടെ ഹെയർ കെയറിൽ ഏറ്റവും വലിയ റോളുള്ള ആളാണല്ലോ നീലാമരിയൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൺമഷിക്ക് ആവശ്യത്തിനുള്ള തുമ്പ കിട്ടിയിട്ടുണ്ട്. കുറേയധികം പേടിപ്പിടിച്ച് കണ്ടെത്തിയതാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ള പൂവാങ്കുരുന്നലും മുക്കുറ്റിയൊക്കെ തന്നെയാണ്. ഇത്രയും കൂട്ടുകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ കൺമഷിക്കൂട്ട് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ബദാം പരിപ്പിന് ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മുടെ കാർബൺ ആക്ടിവേറ്റഡ് കരി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇത് ഒരു 5-10 ദിവസം നീളുന്നൊരു പ്രോസസ്സിംഗ് ആണ്. ഒരു ദിവസം ഒരു 5-8 തവണ ഈ നീരിൽ തുണി മുക്കി ഉണക്കിയെടുത്ത് വീണ്ടും നമ്മൾ ഇതേ കൂട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഉണക്കി ഒരു 5-10 ദിവസത്തെ പ്രിപ്പറേഷനാണ് ഈ തിരി ഉണ്ടാക്കാൻ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കൺവെൻഷൻ ഉണ്ടാക്കിയിട്ട് തന്നിരുന്നു. അത് ഈ വാഴയുടെ പോളയിലാണ്. അപ്പോൾ നമുക്ക് 2 മെത്തേഡിൽ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ മൺചട്ടിയിലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ വാഴയുടെ പോളെടുക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പം നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൺമഷിയുടെ തിരി കത്തിക്കുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം ശുദ്ധമായ എള്ളെണ്ണയാണ്. അപ്പോൾ അത് ആപ്പൂപ്പ് എണ്ണകളൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, കാരണം കണ്ണ് തൊട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ശുദ്ധമായ എള്ളെണ്ണ തന്നെ ആവണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമുള്ള, അതായത് നല്ല പ്യുവറായിട്ട് കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മളത് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിരികളൊക്കെ റെഡിയാണ്. പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. കൺമഷി ഉണ്ടാക്കാന്നുള്ള പ്രോസസ്സിങ് കൂടെ തുടങ്ങുകയാണ്. ഇങ്ങനെ ഈ മെത്തേഡാണ് എനിക്കിഷ്ടം. നമുക്ക് കൂടുതൽ കൺവെൻഷൻ ഈ ഒരു മെത്തേഡിൽ കൂടെയാണ് കിട്ടിയിട്ടുണ്ടായത്. പക്ക ഓർഗാനിക് ആയി ഇപ്പോൾ ഇത്. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് കൺവെൻഷൻ ഉണ്ടാക്കാം. നമ്മളെ കൺവെൻഷൻ കൂട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് നമ്മളെ ബദാമിനുണ്ട്. എന്തറിയോ? കാർബൺ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കരി കണ്ണിന് കിട്ടും. അപ്പോൾ അത് കണ്ണിന് നല്ലതാണ്. ഇവിടെ വാഴപ്പോളയിലെ കൺമഷി ഏകദേശം ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഒന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കൺമഷി ആയിട്ടുണ്ട്. 10 ദിവസത്തോളം, ഒരു ദിവസം തന്നെ ഒരു 5-6 തവണ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 5-10 ദിവസം ചെയ്തിട്ടുള്ള തിരികളാക്കാനുള്ളതാണ് ഇതൊക്കെ. പിന്നെയും അടുത്ത ബാച്ചിനുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ പുക നല്ലപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ അവിടുന്ന് സ്ഥലം മാറേണ്ടി വന്നു. അപ്പോൾ ഇനി ഈ പൊടികളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക അനുപാതത്തിൽ നല്ല നിറഞ്ഞയും നമ്മുടെ ഈ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ കൺമഷിക്കുട്ടിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാം, അല്ലാത്തവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.